الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم ثم جعلناك على شريعة من الأمر فاتبعها ولا تتبع أهواء الذين لا يعلمون إنهم لن يغنوا عنك من الله شيئا وإن الظالمين بعضهم أولياء بعض والله ولي المتقين هذا بصائر للناس وهدى ورحمة لقوم يوقنون ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഭക്തി പുലർത്തിക്കൊണ്ട് അവന്റെ വിധി വിലക്കുകൾ നന്മകളും തിന്മകളും തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും ഉണർത്തുകയാണ്. ജീവിതത്തിന്റെ എല്ലാ കാര്യത്തിലും നല്ലത് വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ എന്നാണ് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചത്. നമ്മുടെ ഭക്ഷണമാവട്ടെ, വസ്ത്രങ്ങളാവട്ടെ, നമ്മളുടെ വീടും പറമ്പും, നമ്മൾ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ കയ്യിലുള്ള എല്ലാ വസ്തുക്കളും പരമാവധി നല്ലതായിരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഒരു തുണിക്കടയിൽ ചെന്നാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെയുള്ള എല്ലാ തുണികളും അട്ടിമറിച്ച് നോക്കിയിട്ടും നല്ലത് കിട്ടാതെ തിരിച്ചു പോരുന്ന അനുഭവങ്ങൾ കുട്ടികളുടെ അടുക്കലൊക്കെ നമുക്ക് കാണാം. മക്കളൊക്കെ അങ്ങനെയാണ്. നല്ലത് കിട്ടണം തന്നെയാണ് മനുഷ്യന്റെ ആഗ്രഹം. ആ ഒരു ആഗ്രഹം ദുനിയാവിൽ മാത്രമല്ല പരലോകത്തേക്ക് കൂടി നീട്ടി ചിന്തിക്കണം എന്നതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിച്ചത്. പരലോകത്തും നല്ലതായിരിക്കണം. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഈ പ്രാർത്ഥന അറിയാത്ത ആരും ഇവിടെ ഇരിക്കുന്നില്ല.
അള്ളാഹുവേ ദുനിയാവിൽ ഞങ്ങൾക്ക് ഹസനത്ത് വേണം, നല്ലത് വേണം. അതങ്ങനെയൊക്കെ തന്നെ. നല്ല മക്കളും നല്ല കുടുംബവും നല്ല മറ്റു എല്ലാം നല്ലതാവണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. വിശ്വാസിയുടെ ബാധ്യതയാണ് അങ്ങനെ പ്രാർത്ഥിക്കൽ. എന്നാൽ ദുനിയാവ് മാത്രമല്ല, വഫിൽ ആഖിറത്തി ഹസന, ആഖിറത്തിലും നല്ലത് വേണം എന്ന് പ്രാർത്ഥിക്കുന്നവർക്കാണ് പരലോകത്ത് കൂലിയുള്ളത്, പ്രതിഫലമുള്ളത് എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. ഹജ്ജിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ദുആക്ക് ഉത്തരം കിട്ടുന്ന സന്ദർഭങ്ങളെ പറ്റി വിവരിക്കുന്ന അവസരത്തിലാണ് അള്ളാഹു ഇത് സൂചിപ്പിച്ചത്. ഹജ്ജിന്റെ പ്രധാനപ്പെട്ട കർമ്മങ്ങൾ കഴിഞ്ഞ്, അറഫയും കഴിഞ്ഞ്, മുസ്ദലിഫയിൽ രാപ്പാർക്കുന്ന ആ ഒരു ഇബാദത്തും കഴിഞ്ഞ്, മിനയിൽ വന്നിരുന്ന് 3 ദിവസം ദുൽഹജ്ജ് 10, 11, 12, 13 4 ദിവസങ്ങൾ കല്ലെറിയുക എന്നൊരു ചടങ്ങ് ഒഴിച്ചാൽ പിന്നെ പ്രാർത്ഥനകൾ തന്നെയാണ്. ഹജ്ജ് ചെയ്തവർക്കും അറിയാം, അതിനെപ്പറ്റി അറിയുന്നവർക്കും ബോധ്യമുള്ളതാണ്. 3-4 ദിവസം പ്രാർത്ഥനകൾ തന്നെയാണ്. ആ പ്രാർത്ഥനകൾ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന പറഞ്ഞ കൂട്ടത്തിലാണ് അല്ലാഹു തആല പറയുന്നത്, റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ വമാ ലഹും ഫിൽ ആഖിറതി മിൻ ഖലാഖ്. പടച്ചോനെ, ദുനിയാവൊക്കെ നന്നായി കിട്ടണം, അതിനുവേണ്ടി എല്ലാം നല്ല മുന്തിയത് കിട്ടണം എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട് ആൾക്കാരുടെ കൂട്ടത്തിൽ. അവർക്ക് ആഖിറത്തിലൊന്നും കിട്ടില്ല. ഇതാ ദുനിയാവ് നന്നായി കിട്ടണം എന്ന് പറയുന്നതോടൊപ്പം ആഖിറവും കൂടി നന്നായി കിട്ടണം എന്നുകൂടി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർക്കുമാണ് പരലോകത്ത് വിഹിതം അല്ലാഹു ഒരുക്കി വെച്ചത് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പൊ ആ നല്ലതാണ് നമ്മൾ നാളേക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ, ആ നന്മ നമ്മുടെ എല്ലാ കാര്യത്തിലും തൊടുന്നതും കേൾക്കുന്നതും കാണുന്നതും പറയുന്നതും ബന്ധപ്പെടുന്നതിലെല്ലാം അഫ്ളല്, ഏറ്റവും നല്ലത് ഏതാണ് എന്ന് ചിന്തിക്കാനും അത് തിരഞ്ഞെടുക്കാനും നമ്മൾ ശ്രമിക്കണം. എങ്ങനെയാണ് നല്ലതും? ഇസ്ലാമിന്റെ ഉസൂലുകളിൽപ്പെട്ട ഒരു കാര്യമാണ് അൽ ഹുസ്നു വൽ ഖുബൂഹ് എന്ന് പറയുന്നത്. ഇസ്ലാമിന്റെ അടിസ്ഥാന വിഷയം പറഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോൾ മുസ്ലിങ്ങൾക്ക് ചില കാര്യങ്ങൾ നല്ലതാണ്, എന്നാൽ നമ്മളെ ഹിന്ദു സഹോദരന്മാർക്ക് അത് നല്ലതാവില്ല. ക്രിസ്തീയ സഹോദരന്മാർക്ക് വേറെ ഒന്നായിരിക്കും നല്ലത്. നമ്മളൊക്കെ മതമൊന്നും ഇല്ലെങ്കിൽ അവർക്ക് വേറൊരു കാര്യമായിരിക്കും നല്ലത്. അപ്പൊ നല്ലത് ഓരോരുത്തർക്കും ആപേക്ഷികമാണ് നല്ലത്. ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം നന്നാവുക അവർക്ക് ഉമ്മയും പറഞ്ഞതും അവരുടെ ഒരു നിയന്ത്രണവുമല്ല നല്ലത്. അവർക്ക് സ്വാതന്ത്ര്യമായിരിക്കും അപ്പൊ നന്നായി തോന്നും. കുറച്ച് കഴിയുമ്പോഴാണ് അങ്ങനെ ഒരു സ്വാതന്ത്ര്യമായിരുന്നില്ല, നല്ല ഒരു നിയന്ത്രണത്തിൽ ജീവിക്കാണ് നല്ലത് എന്ന് തോന്നുക. അപ്പൊ അൽ ഹുസ്നു വൽ ഖുബൂഹ്, എന്താണ് നന്മ, എന്താണ് തിന്മ? ഇസ്ലാമിന്റെ ഉസൂലുകളിൽ പറയുന്നത് അൽ ഹുസ്നു മാ അഹ്സനല്ലാഹ് വൽ ഖുബൂഹ് മാ ഖബ്ബഹല്ലാഹ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. നല്ലത് എന്ന് പറഞ്ഞാൽ അള്ളാഹ് നന്നാക്കിയത് എന്താണോ നല്ലത്. ചീത്ത എന്ന് പറഞ്ഞാൽ അള്ളാഹ് ചീത്താക്കിയത് എന്തോ അതാണ് ചീത്ത. അത് എല്ലാ കാര്യത്തിലും ഏക ഒരു മാനദണ്ഡം അതാണ്. അപ്പൊ ആ ഒരു നന്മതിന്മയാണ് നമ്മൾ ഇതിന്റെ അടിസ്ഥാനമായി മാനദണ്ഡമായി അള്ളാഹു എന്ത് തന്നതാണ്. നല്ലത്, നല്ല വസ്ത്രം തിരയുമ്പോ, നല്ല ഭക്ഷണം തിരഞ്ഞു നോക്കുമ്പോ, നല്ല വീട് തിരയുമ്പോ, നല്ല കൂട്ടുകാരൻ തിരയുമ്പോ, അള്ളാഹു എനിക്ക് ഒരു മുസ്ലിമായ ഞാൻ ഷഹാദത്ത് കലിമ ചൊല്ലി എനിക്ക് അള്ളാഹ് എന്താണ് നന്നാക്കിയത്. ഇവിടെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത് ഒരുതരം അന്ധമായ അനുകരണത്തിന്റെ കാലമാണ്. ആളുകൾ എന്ത് ചെയ്യുന്നോ, എല്ലാവരും എന്ത് ചെയ്യുന്നോ അതിന്റെ പിന്നാലെ പോകുന്ന വളരെ അപകടം പിടിച്ചൊരു കാലഘട്ടമാണ്. അതായത് തഖ്ലീദ് എന്നാണ് അതിന് ഇസ്ലാം പഠിപ്പിച്ച സാങ്കേതിക വാക്ക്. അന്ധമായ അനുകരണം. നമുക്ക് അനുകരിക്കണം. നമ്മുടെ നന്മ, മുതിർന്ന ആളുകൾ നല്ലത് ചെയ്യുമ്പോൾ, മാതാപിതാക്കള്, ഗുരുനാഥന്മാര്, അല്ലെങ്കിൽ ഒക്കെ നല്ല കാര്യങ്ങൾ ആര് ചെയ്താലും നമ്മൾ അനുകരിക്കണം. അതിന് പിന്നാലെ നമ്മൾ അത് അനുകരിച്ച ആ കാൽപ്പാടുകളിൽ ചെയ്യുമ്പോൾ അതല്ല, ശരിയോ തെറ്റോ നോക്കാതെ
കാലത്തിനെ, കൂട്ടുകാരെ, സമൂഹത്തിനെ, ഓരോ സന്ദർഭങ്ങളെ അന്ധമായി അനുകരിക്കുക എന്നതൊരു മുസ്ലിമിന് പാടില്ല. നിനക്ക് നല്ല കൃത്യമായ ഒരു മാർഗത്തിലാണ്. ശരീഅത്ത് എന്ന് പറഞ്ഞ മാർഗം, ഇസ്ലാമിക ശരീഅത്ത്, അപ്പൊ അല്ലെങ്കിൽ ഏക ശരീഅത്ത് എന്നൊക്കെ പറയല്ലോ. ഈ ശരീഅത്ത് എന്ന് പറഞ്ഞ മാർഗമാണ്. അള്ളാഹുവിന്റെ കൽപ്പനയിൽ അള്ളാഹു നിശ്ചയിച്ച ഒരു മാർഗത്തിലാണ് നിന്നെ നാം ആക്കിയത്. ആ മാർഗം നീ പിൻപറ്റുക തന്നെ വേണം. പിന്നെ നീ ഒരിക്കലും പിൻപറ്റാൻ പാടില്ല ആ ശരീഅത്ത് അറിയാത്തവരുടെ ദേഹേച്ഛകളെ പിൻപറ്റരുത്. അള്ളാഹു എന്താണ് നല്ലതാക്കിയത് എന്നറിയാത്ത മനുഷ്യന്മാർ ജീവിതത്തിൽ കാട്ടിക്കൂട്ടുന്ന, അവർ കണ്ടെത്തുന്ന, അല്ലെങ്കിൽ അവർ നീങ്ങുന്ന വഴിയെ വിശ്വാസിയായ നിനക്ക് കണ്ടെത്താൻ, പിൻപറ്റാൻ പാടില്ല. അള്ളാഹുവിന്റെ ശരീഅത്തിനെയാണ് നീ പിൻപറ്റേണ്ടത്. അള്ളാഹുവിൽ നിന്ന് ഒന്നും നേടിത്തരാൻ ഈ നീ അനുകരിക്കുന്ന ആരുടെ പിന്നാലെ പോകുന്നുവോ അവർക്ക് സാധിക്കുകയില്ല, ഒന്നും നിനക്ക് നേടിത്തരാൻ. പിന്നെ അക്രമികളായ ആളുകൾ പരസ്പരം കൂട്ടുകെട്ടായിരിക്കും, പരസ്പരം ബന്ധുക്കളായിരിക്കും. പിന്നെ വല്ലാഹു വലിയുൽ മുത്തഖീൻ, എന്നാൽ സൂക്ഷിച്ച് ജീവിക്കുന്നവരുടെ ബന്ധു അള്ളാഹുവാണ്. ഹദാ ബസാഹിറു ലിന്നാസ്, ആളുകൾക്ക് വെളിച്ചം കിട്ടാൻ വേണ്ടി പറയുന്ന, ഉൾക്കാഴ്ച കിട്ടാൻ വേണ്ടി പറയുന്ന നിർദ്ദേശങ്ങളാണിത്. വഹുദൻ, ഈ നിർദ്ദേശങ്ങൾ അനുസരിക്കലാണ് ജനങ്ങൾക്ക് നല്ല മാർഗത്തിലെത്താനുള്ള വഴി. വറഹ്മ, ജനങ്ങൾക്ക് കാരുണ്യം ലഭിക്കാനുള്ള മാർഗവും ഇത് തന്നെയാണ്. പിന്നെ ദൃഢമായി മതവിശ്വാസികളായി ജീവിക്കുന്ന ആളുകൾക്ക് ഇതാണ് നല്ല വഴി, മാർഗദർശനത്തിന്റെ വഴി. അപ്പൊ അതാണ് അള്ളാഹുവിന്റെ ശരീഅത്ത് എന്ന് പറയുന്നത്. അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. അള്ളാഹുവിന്റെ ദീൻ അള്ളാഹു നമുക്ക് പൂർത്തിയാക്കി തന്നിട്ടുണ്ട്. അതിലെല്ലാം ഉണ്ട്. ഒന്നും നമുക്ക് ഈ ദീനിന്റെ കാര്യത്തിൽ എന്തൊക്കെ നമ്മുടെ ജീവിത വ്യവഹാരങ്ങളുണ്ടോ, ചെറിയതും വലിയതും, അതിലൊക്കെ കൃത്യമായ മാർഗനിർദ്ദേശം അള്ളാഹു നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ പഠിച്ചിട്ട് അറിഞ്ഞിട്ടില്ലെങ്കിൽ അത് അറിവുള്ള ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കുക. ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നതിന്റെ പിന്നാലെ പോവുക എന്നത് വിശ്വാസിക്ക് ഒരിക്കലും പാടില്ല. മറ്റുള്ളവന്റെ പിന്നാലെ പോവുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നമുക്ക് അല്ല പഠിപ്പിച്ചു തന്നത് പോരാന്നാണ്. അള്ളാഹുവിന്റെ ശരീഅത്തില് കുറവുണ്ട്, അത് പരിഷ്കൃതമല്ല, അല്ലെങ്കിൽ അത് ഗുണം ചെയ്യുന്നതല്ല, അതെനിക്ക് നല്ലതല്ല, അതുകൊണ്ട് ഞാൻ അവരെ പിന്നാലെ പോകുന്നു എന്നാണല്ലോ ഇതിന്റെ അർത്ഥം. അത് ഇസ്ലാം നമുക്ക് നിരോധിച്ച കാര്യമാണ്. മറ്റു ഒരു സമുദായത്തിന്റെയും പിന്നാലെ നമുക്ക് നീങ്ങാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി അത് പറഞ്ഞു. 5 നേരവും നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞൊരു പ്രാർത്ഥന ഉണ്ട്. അത് ഫർളായ നമസ്കാരത്തിൽ ചൊല്ലേണ്ട സൂറത്തുൽ ഫാത്തിഹ. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, സിറാത്തുൽ മുസ്തഖീമിലേക്ക് നീ ഞങ്ങളെ ചേർക്കണം. അതാണ് ആ ശരീഅത്ത്. വൈരിൽ മഗ്ദൂബി അലൈഹിം, നിന്റെ കോപത്തിന് വിധേയമായ ഒരു സമൂഹം ഇവിടെ ഉണ്ട്. അവർക്ക് പ്രവാചകന്മാരുണ്ടായിരുന്നു, അവർക്ക് വേദഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു, അവർക്ക് മുഅ്ജിസത്തുകൾ അവരിൽ കൂടി കാണിച്ചു കൊടുത്തിട്ടുണ്ട്, അവർക്ക് എല്ലാ തരത്തിലുള്ള മതത്തിന്റെ പിൻബലവുമുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ കോപം അവർക്ക് ലഭിച്ചു. വൈരിൽ മഗ്ദൂബി അലൈഹിം, യഹൂദുകളെ പറ്റിയാണ് പറഞ്ഞത്. വലല്ലാലീൻ, ശരിയാണെന്ന് കരുതി തെറ്റിദ്ധരിച്ച് പിഴച്ചുപോയ ആളുകളുടെ മാർഗത്തിൽ നീ ചേർക്കരുത്. നല്ല മാർഗത്തിൽ ചേർക്കണമെന്ന് മാത്രമല്ല, നല്ല മാർഗത്തിൽ നീ ചേർക്കുമ്പോൾ തന്നെ മറ്റുള്ളവരുടെ മാർഗത്തിൽ ഞങ്ങളെ നീ ആക്കരുത് എന്ന് പറഞ്ഞത് എന്താണ്? കാലക്രമേണ മനുഷ്യൻ നല്ല മാർഗമാണെന്ന് കരുതി മറ്റുള്ളവരുടെ മാർഗം അന്ധമായി പിൻപറ്റും എന്നാണ് ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പ്രവാചകനും മുഫസ്സിറുകളും നമ്മളെ പഠിപ്പിക്കുന്നത്. ലതത്തബിഉന്ന സനന മൻ കാന ഖബലക്കും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഇൻ ഹത്താ ലൗ ദഖലു ജുഹ്റ റബ്ബിൻ ലദഖൽതുമൂഹു. നിങ്ങളുടെ മുമ്പുള്ള മതവിശ്വാസികളായ ആളുകളുണ്ട്,
അവർക്ക് വേദവും മതവും പ്രവാചകന്മാരും ദീനീ ചടങ്ങുകളും പള്ളിയും പ്രമാണവും എല്ലാം അവർക്കുണ്ട്. അവരെ നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും. ഇതൊരു പ്രവചനമായിരുന്നു നബിയുടെ. സഹാബിമാരോടാണ് നബി ഈ മദീനത്താ പറയുന്നത് അവസാന കാലത്ത്. അവരത് പിൻപറ്റുന്നല്ല, നിങ്ങൾ പിൻപറ്റും. നിങ്ങളുടെ പിൻതലമുറ മറ്റുള്ള മതവിശ്വാസികളുടേതാണ് നല്ലത്, ഞങ്ങളുടേത് കുറവുണ്ട്, ഞങ്ങളിൽ കുറച്ച് മിസ്സായി പോയിട്ടുണ്ട്, അതുകൊണ്ട് അവരുടേത് കൂടി എടുക്കണം, അല്ലെങ്കിൽ ഞങ്ങളുടെ രീതിയേക്കാളും അവരുടേതാണ് നല്ലതെന്ന് കരുതി മറ്റുള്ളവർ നിങ്ങൾ പിൻപറ്റും. ചാണിന് ചാണായും മുഴത്തിന് മുഴമായും. റസൂലുള്ളാഹി പറഞ്ഞത് ഒരു ഉടുമ്പിന്റെ മാളത്തിൽ മനുഷ്യന് കടക്കാൻ കഴിയാത്ത, കൈയിടാൻ പോലും കഴിയാത്ത ചെറിയ ദൂരമായിരിക്കുമല്ലോ ഉടുമ്പിന്റെ മാളം. അത്ര ഇടുങ്ങിയ വഴിയിൽ കൂടിയാണ് മറ്റുള്ളവന്റെ പിന്നാലെ പോകാൻ കഴിയുള്ളൂവെങ്കിൽ ആ ഇടുങ്ങിയ വഴിയിൽ കൂടി നിങ്ങൾ കയറി പോകും. എന്നിട്ടെങ്കിലും അവരെ പിൻപറ്റാതിരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചത് എന്താ? ഈ അന്ധമായ തഖ്ലീദാണ് പറഞ്ഞു വരുന്നത്. ഇപ്പൊ ഈ ഒരു അവസാന വർഷത്തിന്റെ അവസാന മാസം നമ്മുടെ സഹോദര സമുദായങ്ങളുടെ ഒരുപാട് ആചാരങ്ങളുണ്ട്. ഇസ്ലാമിൽ വന്ന ഏറ്റവും വലിയ മുസ്ലിങ്ങൾക്ക് വന്ന അബദ്ധം മറ്റു സമുദായങ്ങളുടെ ആചാരങ്ങളെ അത് വലിയൊരു ആദരവോടുകൂടിയോ അതല്ലെങ്കിൽ അതാണ് പരിഷ്കാരം എന്ന് കരുതി സ്വീകരിക്കുകയും നമ്മളുടേത് അതൊരു പഴഞ്ചനോ കുറവോ ആണ് എന്ന് തോന്നുകയും ചെയ്തു. ഒന്നാമത് വിശ്വാസത്തിൽ തന്നെയാണ്, നമ്മുടെ ഇബാദത്തുകളിൽ തന്നെയാണ്. ഇസ്ലാമിൽ അള്ളാഹുവിനെ അല്ലാതെ മറ്റൊരാളെയും പ്രാർത്ഥിക്കാൻ പാടില്ല എന്നത് കണിശമാണ്. അള്ളാഹിന്റെ റസൂലിനെ പോലും പ്രാർത്ഥിക്കാൻ പാടില്ല. പഠിച്ചവൻ മാത്രമാണ് മഅ്ബൂദ്, പ്രാർത്ഥിക്കപ്പെടാൻ അർഹൻ. പക്ഷേ പിൽക്കാലത്ത് ഒരു സമൂഹമുണ്ടായി. കഴിഞ്ഞകാല മതവിശ്വാസികൾ അവരുടെ പ്രവാചകന്മാരോട് പ്രാർത്ഥിച്ചു, അവരുടെ അമ്പിയാക്കരോട് പ്രാർത്ഥിച്ചു, അമ്പിയാക്കന്മാരുടെ പ്രതിമകൾ ഉണ്ടാക്കി. ആദ്യകാലത്ത് അവരുടെ ചിത്രങ്ങൾ ഉണ്ടാക്കി, പിന്നീട് പ്രതിമകൾ ഉണ്ടാക്കി. ആ പ്രതിമകളുടെ മുമ്പിൽ വെച്ച് പ്രാർത്ഥിച്ചു. ആ അമ്പിയാക്കന്മാരുടെ അടുത്ത അവകാശികളും അനുയായികളും എന്ന് പറയുന്ന ഷെയ്ഖുമാരോട്, സയ്യിദുമാരോട്, ഷെയ്ഖത്തുമാരോട് അല്ലെങ്കിൽ വലിയ വലിയ മരിച്ചുപോയ മഹാന്മാരായ ആളുകളോട് അവർ പ്രാർത്ഥിച്ചു തുടങ്ങി. അള്ളാഹുവിന്റെ റസൂൽ ഈസാ നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം അവരാരും പഠിപ്പിച്ചതല്ല ഇത്. അവർക്ക് പള്ളിയുണ്ട്, ആരാധനാ ചടങ്ങുകളുണ്ട്, എല്ലാ രംഗത്തും നമ്മളെ പോലെ തന്നെ നിയമങ്ങൾ ഉണ്ടായിട്ടും വിശ്വാസപരമായി അല്ലാഹുവല്ലാത്ത ആളുകളെ മഹാന്മാരോട് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ അവർ ദീനിൽ കടത്തിക്കൂട്ടി. യഹൂദുകളെയും നസാറാക്കളെയും നല്ലൊരു പ്രവാചകന്മാരുടെ അനുയായികളായി വളർന്നവരും വേദഗ്രന്ഥം നൽകപ്പെട്ടവരുമായ ആ നല്ല ഒരു സമുദായത്തെ ലോകത്തുള്ള എല്ലാവരെക്കാളും നിങ്ങളെ ഞാൻ ശ്രേഷ്ഠമാക്കി എന്ന് പറഞ്ഞ സമുദായത്തെ അല്ലാഹു തആല ശപിക്കാനുണ്ടായ കാരണം മസാജിദ, അവരുടെ നബിമാര് മരിച്ചുപോയപ്പോ ആ നബിമാരുടെ ഖബറുകളിൽ ചെന്ന് ആരാധിക്കുന്ന, അവരോട് പ്രാർത്ഥിക്കുന്ന, അവരോട് ദുആ ചെയ്യുന്ന, അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്ന അവസ്ഥയുണ്ടായി. അതിന് പിന്നീട് ആ നബിമാരുടെ ശേഷം ആ മഹാന്മാരോടും അവർ പ്രാർത്ഥനകൾ ഉണ്ടാക്കി. അങ്ങനെയാണ് ഇസ്ലാമിൽ യഹൂദ നസറാക്കളിൽ നിന്നാണ് മുസ്ലിം സമൂഹത്തിലേക്ക് ഈ ജാറങ്ങൾ എന്ന് പറയുന്ന, അവിടെ മാലയിട്ട് മൂടുന്ന, ഉത്സവങ്ങൾ നടത്തുന്ന, അവിടെ തിരി കത്തിക്കുന്ന, അവിടെ ചെന്ന് സുജൂദ് വരെ ചെയ്യുന്ന, അവിടെ പോയാൽ കാര്യങ്ങൾ നേടും എന്ന് വിശ്വസിക്കുന്ന ആ ഒരു ഇസ്ലാമിന്റെ വിശ്വാസത്തിന്റെ എതിരായ ആ ശിർക്കൻ വിശ്വാസം ഇസ്ലാമിലേക്ക് കയറിക്കൂടിയത് ഈ സമൂഹത്തിൽ നിന്നാണ്. അവരെ നിങ്ങൾ പിൻപറ്റും, ചാണിന് ചാണായും മുഴത്തിന് മുഴമായും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അവരിലുണ്ടായ മറ്റൊരു കാര്യം, ദീനിൽ നിങ്ങൾ അമിതമായി ഒന്നും ചെയ്യരുത്. നിങ്ങളോട് പറഞ്ഞു ചെയ്താൽ മതി, ഏറണ്ട. പക്ഷെ ആ ഗുലുവ് ദീനിന്റെ കാര്യത്തിൽ കൂടി വന്ന് ഒരുതരം സൂഫിയത്തും ഒരുതരം ശൈത്താനിയത്തും അങ്ങനെ ആകെ കൂടി ദീൻ എന്ന് പറഞ്ഞാൽ എന്തോ ദുരൂഹമാണെന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തി അല്ലേ? കുളിക്കാത്ത, പല്ലു തേക്കാത്ത, മലമൂത്ര വിസർജനം ചെയ്താൽ കഴുകാത്ത, ഒരാൾക്ക് പോലും അടുക്കാൻ പറ്റാത്ത
ചില മഹാന്മാരായ മനുഷ്യന്മാരാണ്, ചില ആളുകളാണ് മഹാന്മാർ. അവരാണ് ദീനിന്റെ വലിയുകൾ, അവരാണ് ഏറ്റവും വലിയ അള്ളാഹുവിന്റെ അടുത്തവർ. അവർ ആകാശത്തേക്ക് തുറിച്ചു നോക്കിയാൽ ലൗഹുൽ മഹ്ഫൂദിലേക്കാണ് എന്നൊക്കെ മുസ്ലിങ്ങളിലെ മഹാന്മാരെ പറ്റി പറഞ്ഞു തുടങ്ങിയില്ലേ. അതാണ് ഗുലൂവ്. പരിധി വിട്ട് പറയാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, നബി നിങ്ങളെ കൂടെ സ്വർഗത്തിൽ കടക്കാൻ എന്തെങ്കിലും വഴി കാണിച്ചു തരണമെന്ന് പറഞ്ഞപ്പോ നല്ല സുജൂദ് ചെയ്ത് അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്ത് ജീവിച്ചോ എന്നാ പറഞ്ഞത്. ഞാൻ ശരിയാക്കി തരാന്നല്ല. ആ പ്രവാചകൻ കാല് നീര് കെട്ടിയവർക്കോളം പ്രാർത്ഥിച്ചിരുന്നു, നിസ്കരിച്ചിരുന്നു രാത്രി നമസ്കാരം. പക്ഷെ ഒരു നേരം പോലും നിസ്കരിക്കാതെ ഇവരാണ് ഔലിയാക്കൾ എന്ന് പറയുന്ന ഈ സമ്പ്രദായം ദീനിലേക്ക് കയറി വന്നതും അവർ ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചാലും നമ്മളോടൊക്കെ കാര്യങ്ങൾ നേടാനും നമുക്കൊക്കെ പറയാനും കേൾക്കാനും പറ്റുമെന്നുള്ള ആ അമിതമായ ഒരവസ്ഥ വന്നത് മറ്റു സമുദായത്തിൽ നിന്നാണ്. അതാണ് അന്ധമായ അനുകരണം. ആ അനുകരണം അത് പിന്നെ എന്തായി? അത് നമ്മൾ ജന്മദിനാഘോഷങ്ങളിലേക്ക് കടന്നു. അവരാഘോഷിക്കട്ടെ, ക്രിസ്തുമസ് ആഘോഷിക്കട്ടെ, അത് അവരുടെ ദീനിന്റെ ഒരു വിശ്വാസമാണ്. ഇസ്ലാമിൽ അങ്ങനെ ഒരു ജന്മദിനാഘോഷം ഇല്ല. പക്ഷേ നമ്മുടെ സമൂഹത്തിലും അതുപോലെയുള്ള ജന്മദിനാഘോഷം ഉണ്ടായി, മീലാദ് ദിവസങ്ങൾ ഉണ്ടായി. അതൊരു വലിയ സംഭവമായി ലോകം മുഴുക്കെ തന്നെ ഇത്തരം അന്ധവിശ്വാസങ്ങൾ വലിയ ഒരു പ്രസ്ഥാനമായി വളരുന്ന ഒരവസ്ഥ എത്തി. അത് ശരിയാണെന്ന് വരുത്തി തീർക്കാൻ ഒരുപാട് തെളിവുകളുമായി മതപുരോഹിതന്മാരും വന്നു. അതാണ് ക്രിസ്തുവിന്റെ ഫോട്ടോ ആനയിച്ച് മാലയിട്ട് അതുമായി പ്രൊസഷൻ നടത്തുന്ന, പ്രകടനം നടത്തുന്ന പോലെ തന്നെ മുഹമ്മദ് നബിയുടെയും ചില രൂപങ്ങളോ ചിത്രങ്ങളോ അല്ലെങ്കിൽ ഭാവങ്ങളോ ഉണ്ടാക്കി അതൊക്കെ ആനയിച്ച് മീലാദ് ദിവസം കൊണ്ടുപോരുന്ന അവസ്ഥ നമുക്ക് ഉണ്ടായില്ലേ. അവിടുന്ന് കൊണ്ട് ഇറങ്ങിയിട്ട് അവിടെ എത്തി നമ്മളൊക്കെ കുട്ടികളെ എന്താണ് ജന്മദിന, ബർത്ത്ഡേ, അതിന് വേറൊരു പേര് മാറ്റി ബർത്ത്ഡേ എന്നൊരു മുട്ടായിയെങ്കിലും കൊടുക്കാതിരുന്നാൽ, ഒരു കേക്ക്, ഒരു 25 റുപ്യന്റെ കേക്കെങ്കിലും മുറിക്കാതിരുന്നാൽ നമ്മളെ കുട്ടികൾക്ക് ഉറക്കം വരില്ല, നമ്മളെ വീട്ടുകാർക്ക് കുട്ടികളോട് സ്നേഹമില്ല. അങ്ങനെ ബർത്ത്ഡേ നമ്മളെ കുടുംബത്തിലെ, മുസ്ലിം കുടുംബത്തിലെ ഒരു സാധാരണ ജീവിത രീതിയാക്കി മാറ്റി. മെല്ലെ മെല്ലെ ഉറുമ്പരിക്കുന്നത് പോലെ തിന്മ കയറി വരുന്നു മുസ്ലിങ്ങളിലേക്ക്. അന്ധമായ അനുകരണം. അവസാനം സ്കൂളിലേക്ക് ബർത്ത്ഡേ കേക്ക് ഇല്ലെങ്കിൽ ചെല്ലാൻ പോലും പാടില്ല എന്നുള്ളയിടത്തേക്ക് എത്തി തുടങ്ങുന്നു മെല്ലെ മെല്ലെ. ഓരോരുത്തരുടെയും ബർത്ത്ഡേനന്ന് അറ്റൻഡൻസ് റീസ് നോക്കി, നാളെ ബർത്ത്ഡേനന്ന് കേക്ക് കൊണ്ടുവരണം, അല്ല ഞാൻ പറ്റൂല എന്നുള്ളയിടത്തേക്ക്. ഇത് എവിടേക്കാണ് പോകുന്നത്? ഓരോ കാര്യത്തിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ. മുസ്ലിം സ്ത്രീകൾ നിസാഉൻ കാസിയാത്തുൻ നാരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്തുൻ, സ്ത്രീകൾ കാസിയാത്തുൻ ഉടുത്തവർ, എന്നാൽ ആരിയാത്തുൻ നഗ്നകളാണ്. ഉടുത്തിട്ടുണ്ടോ? ഉണ്ട് എന്ന് പറയുകയും എന്നാൽ നഗ്നമായി ജീവിക്കുകയും ചെയ്യുന്ന ആ ഒരവസ്ഥ ഒരിക്കലും ഇസ്ലാമിൽ കടന്നു വന്നിട്ടില്ല. ജാഹിലിയ കാലത്ത് കൊണ്ട് കയറി വന്ന് ഇസ്ലാം മതത്തിൽ ഇസ്ലാം മതം അംഗീകരിക്കാത്ത സ്ത്രീകൾ പോലും മാന്യമായിട്ടാണ് ജീവിച്ചിരുന്നത്. പക്ഷെ പാശ്ചാത്യ മറ്റു മതവിഭാഗങ്ങളിൽ നിന്നുണ്ടായ കടന്നുകയറ്റമാണ് നമ്മളെ മക്കൾ പോലും കാസിയാത്തും നാരിയാത്തും കൊടുത്തിട്ടുണ്ട്, പക്ഷെ കൊടുത്തിട്ടില്ല, നഗ്നകളാണ്. അത് സാധാരണ ജീവിതത്തിലേക്ക് കല്യാണത്തിനാണെങ്കിലും ഈ തരത്തിലുള്ള വേഷം കെട്ടിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ സമൂഹം ഓരോ കാര്യത്തിലും മെല്ലെ ആചാരങ്ങളിലും ആഘോഷങ്ങളിലും ഒരു ചന്ദ്രക്കല നോക്കിയിട്ട് ഒരു ബൾബല്ലേ, ഒരു കടലാസിന്റെ നക്ഷത്രമല്ലേ, അതൊക്കെ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. കടലാസിന് കുഴപ്പമില്ല, നക്ഷത്രത്തിന് കുഴപ്പമില്ല, ബൾബിന് കുഴപ്പമില്ല. ഒരു സമുദായത്തിനോട് അവരുടെ മതപരമായ ആചാരങ്ങളോട് ആരെങ്കിലും സാദൃശ്യമാവുകയാണെങ്കിൽ അവന്റെ മനസ്സ് അവരോടൊപ്പമായിരിക്കും, അവൻ അവരിൽപ്പെട്ടവനായിരിക്കുമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. സഹോദരന്മാരെ, പറഞ്ഞു വരുന്നത് നമുക്ക് അനുകരിക്കണമെങ്കിൽ മറ്റുള്ളവരെ അനുകരിക്കാൻ നമ്മുടെ കയ്യിലുള്ളത് പറ്റാത്തതെങ്കിലല്ലേ മറ്റുള്ളവരോട് അനുകരിക്കേണ്ടി വരിക. നമ്മുടെ കയ്യിലുള്ളത് നമ്മൾ കൃത്യമായ ഒരു ശരീഅത്ത്, ആ ശരീഅത്തിനെ നിങ്ങൾ അനുസരിച്ച് പിൻപറ്റി ജീവിക്കണം. എന്നിട്ട്
വിവരമില്ലാത്തവരുടെ അപകടം നിങ്ങൾ പിൻപറ്റരുത്. നമ്മൾ ശ്രദ്ധിക്കുക. ഏത് കാലമാണെങ്കിലും, ഏത് ആഘോഷ ആർഭാടക്കാലമാണെങ്കിലും മുസ്ലിംകൾ അവരുടെ ശരീഅത്തിന്റെ ആഘോഷങ്ങളിൽ കൂടി മുന്നോട്ട് പോവുകയും അന്ധമായി ഒരു കാര്യത്തിലും ഒരാളെയും അനുകരിക്കാതിരിക്കുകയും ചെയ്യുക എന്നതാണ് ഇസ്ലാമിന്റെ രീതി. അള്ളാഹു അതനുസരിച്ച് ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ പ്രവചനം നമ്മിൽ കൂടി പുലരാതിരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഫഇന്നഹു മയ്യഇശ് മിൻകും ഫസയറ ഇഖ്തിലാഫൻ കസീറ. നിങ്ങൾ ജീവിച്ചിരിക്കുള്ളവർക്ക് പിൽക്കാലത്ത് കാണാം. ആരൊക്കെ ആയുസ്സുണ്ടെങ്കിൽ പിന്നീട് ജീവിച്ചിരിക്കുന്നവർക്ക് ധാരാളം അഭിപ്രായ ഭിന്നതകൾ കാണാം. എന്ത് തരത്തിൽ ഇത്തരമുള്ള ഭിന്നതകൾ കണ്ടാലും ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീൻ. ഞാനൊരു വഴി നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ആ വഴിയിൽ തന്നെയാണ് മുൻഗാമികളായ ഖുലഫാഉർ റാഷിദുകൾ നീങ്ങിയത്. ആ മാർഗത്തിൽ അൽ മഹ്ദിയീൻ, അവർ യഥാർത്ഥ ഹിദായത്ത് ലഭിച്ച ഖുലഫാഉർ റാഷിദുകളുടെയും മാർഗത്തിൽ നിങ്ങൾ ജീവിക്കണം. പിന്നെ നിങ്ങൾ തമസ്സകൂ ബിഹാ, അതിനെ മുറുകെ പിടിക്കേണ്ടി വരും. ചിലപ്പോ പിടിച്ചാൽ പിടി വിട്ടുപോകും. അതുകൊണ്ട് ആ ആശയത്തിലും ആ ശരീഅത്തിലും നിങ്ങൾ മുറുകെ പിടിക്കണം. വഅദൂ അലൈഹാ ബിന്നവാജിദ്, കയ്യിൽ പിടിച്ചിട്ട് വിട്ടുപോകുമെങ്കിൽ നിങ്ങൾ അണപ്പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിച്ചിട്ടെങ്കിലും എന്റെ ശരീഅത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറരുത്. വഇയ്യാകും, നിങ്ങൾ ശ്രദ്ധിക്കണം. വമുഹദസാത്തുൽ ഉമൂർ, ഈ ദീനിന്റെ കാര്യത്തിൽ പുതിയ പുതിയ ആചാരങ്ങളും വിശ്വാസങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്ന കുല്ല മുഹദസത്തിൻ ബിദ്അ, ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്ന ഈ ദീനിൽ പുതിയത് വേണം എന്നാരെങ്കിലും വിചാരിച്ചാൽ അതിനാണ് അനാചാരം എന്ന് പറയുന്നത്. വകുല്ലു ബിദ്അത്തിൻ ദലാല, എല്ലാ ബിദ്അത്തുകളും വഴികേടിലാണ്. ആ വഴികേടുകളെല്ലാം നരകത്തിലെത്തുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് സഹോദരന്മാരെ, ഏത് രംഗത്ത് നമ്മൾ ജീവിക്കുകയാണെങ്കിലും സമൂഹത്തിന്റെയും ഒരുപാട് മതങ്ങളും വിശ്വാസങ്ങളും ഇടകലർന്ന ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഒരു ശരീഅത്തു മിനൽ അംർ, ഏത് കളിയിലും കാര്യത്തിലും രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹ് പഠിപ്പിച്ച ഒരു ശരീഅത്തിനെ വിട്ട് പോകാതിരിക്കലായിരിക്കും അള്ളാഹുവിന്റെ സഹായവും രക്ഷയും കിട്ടാൻ ഏത് കാലത്തും വിശ്വാസികൾക്ക് നല്ലത്. അതനുസരിച്ച് ജീവിക്കുക. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, പിന്നെ മധുര രാജപാളയം എന്ന സ്ഥലത്തുള്ള ഒരു സഹോദരൻ ഇവിടെ വന്ന് നമ്മളെ കണ്ട് ഒരു സഹായം, അദ്ദേഹത്തിന്റെ ഒരു സ്ഥാപനമുണ്ട് മുസ്ലിം കുട്ടികളെ പഠിപ്പിക്കാനുള്ള, ദീന് പഠിപ്പിക്കാനുള്ള. അദ്ദേഹം ഇങ്ങനെ മറ്റു സമുദായത്തിലേക്ക് ഇങ്ങനെ അലിഞ്ഞു പോയി ചേർന്ന് തിരിച്ചറിയാതെ വരുന്നതിൽ നിന്ന് മാറ്റിയെടുക്കാൻ ഒരു മസ്ജിദും മത സ്ഥാപനങ്ങളും ഖുർആൻ പഠനവും ഭൗതിക പഠനവും ഒക്കെ കൂടിയുള്ള ഒരു സ്ഥാപനമാണ്. സഹായിക്കണം എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ ഇല്ല, മറ്റൊരു പള്ളിയിലേക്ക് പോയതാണ്. നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം ആ സ്ഥാപനത്തിന് കൊടുക്കണം എന്ന് പ്രത്യേകമായി ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ശരീഅത്ത് ദീനനുസരിച്ച് ജീവിക്കാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പ് തരുമാറാവട്ടെ. രോഗികളും കഷ്ടപ്പെടുന്നവരുമായ എല്ലാവർക്കും അല്ലാഹു അവന്റെ മർഹമത്തും ബർക്കത്തും ശിഫയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ, ജ്യേഷ്ഠാനുജന്മാർ, സഹോദര സഹോദരിമാർ, സഹോദരങ്ങൾ എല്ലാവർക്കും അല്ലാഹു അവരുടെ ഖബർ വെളിച്ചമാക്കി കൊടുക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وللمؤمنين والمؤمنات برحمتك يا أرحم الراحمين.